ഒരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്ത് നിന്ന് വരുന്നു. മലപ്പുറം നിലമ്പൂരിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്ന 7 പേരെ പിടികൂടിയിരിക്കുന്നു. ആമക്കയം ഭാഗത്ത് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി സ്വർണം അരിച്ചെടുത്തിരുന്ന മമ്പാട് സ്വദേശികളെയാണ് വനം ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അതായത് മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്നു. എത്രത്തോളം ഏതൊരറ്റത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കണം. മലപ്പുറം നിലമ്പൂരിലാണ് ഇത്തരത്തിൽ മണലൂറ്റി ഒരു സ്വർണ്ണ ഖനനമൊക്കെ നടത്തിയിരിക്കുന്നത്. 7 പേരെയാണ് ഈ ഇത്തരത്തിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്ന 7 പേരെ പിടികൂടിയിരിക്കുന്നത്. ആമക്കയം ഭാഗത്താണ് ഈ സംഭവം. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ഈ മണലൂറ്റിയിരുന്നത്. മണലൂറ്റി എന്നിട്ട് സ്വർണം അരിച്ചെടുക്കും. അങ്ങനെയാണ് മണലൂറ്റി സ്വർണം അടിച്ചെടുത്തിരുന്ന 7 പേർ. അതായത് ഈ 7 പേരും മമ്പാട് സ്വദേശികളാണ്. വനം ഇന്റലിജൻസ് വിഭാഗമാണ് പിടികൂടിയത്. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു. പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. അതായത് മണലൂറ്റി സ്വർണം ഖനിച്ചെടുക്കുക അല്ലെങ്കിൽ ആ സ്വർണ്ണ ഖനനം നടത്തുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ മണലിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുകയാണ് ആ ഭാഗത്ത്. അപ്പോൾ പല ഭാഗത്ത് അല്ലെങ്കിൽ അത്രയും പോകുന്ന ആമക്കയം ഭാഗത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. അപ്പോൾ അതിന് തൊട്ട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ മണലുകളിലൊക്കെ സ്വർണം കാണണം. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം ഒന്നും നടത്തില്ല. നമ്മൾ ആഫ്രിക്കയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആഫ്രിക്കയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടത്. നമ്മൾ നിരവധി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരിക്കും. ഇത്തരത്തിൽ നദികളിൽ നിന്ന് ഈ മണലെടുത്ത് അല്ലെങ്കിൽ നദിയിലെ അടിയിലെ മണ്ണൊക്കെ എടുത്ത് അതിൽ നിന്ന് സ്വർണം അരിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ മലപ്പുറത്താണ്, നിലമ്പൂരിലാണ് മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്ന 7 പേരെയാണ് പിടികൂടിയത്. ഈ 7 പേരും മമ്പാട് സ്വദേശികളാണ്. മണലൂറ്റി സ്വർണം അരിച്ചെടുത്തിരുന്നതാണ്. അവർ ഏറെ നാളായി ഇത്തരത്തിൽ മണലൂറ്റി സ്വർണം അടിച്ചെടുത്തിരുന്നു. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ഈ മണലൂറ്റി സ്വർണം അരിച്ചെടുത്തിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വനം ഇന്റലിജൻസ് വിഭാഗത്തിന് നേരത്തെ രഹസ്യ വിവരമൊക്കെ ലഭിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരു നേരെ അങ്ങോട്ട് പിടിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. അതായത് തെളിവോടെ പിടിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. മമ്പാട് സ്വദേശികളെയാണ്, 7 മമ്പാടി സ്വദേശികളെയാണ് ഇത്തരത്തിൽ മണലൂറ്റി സ്വർണം അരിച്ചെടുത്തതിലൂടെ അല്ലെങ്കിൽ മണലെടുത്ത് സ്വർണം അരിച്ചെടുത്തിരുന്ന 7 മമ്പാട് സ്വദേശികളെയാണ് വനം ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണഖനനം നടക്കുന്നു എന്ന രഹസ്യ വിവരം അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ വലിയ തോതിൽ സ്വർണ്ണഖനനമൊക്കെ നടക്കുമ്പോൾ ആ പ്രദേശത്ത് ഇത്രയും പോകുന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആമക്കയം ഭാഗത്ത് മാത്രം ഒതുങ്ങില്ല, അപ്പുറത്തെ ഭാഗങ്ങളിലേക്കൊക്കെ ഇത്തരത്തിൽ പല രീതിയിലൊക്കെ സ്വർണ്ണഖനനം ഇവർ നടത്തി കാണണം. എന്തായാലും ഇവർ പിടികൂടി, ഇവർ അകത്തായിരിക്കുന്നു. 7 പേരാണ് ഇവരെ 7 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. വലിയ തോതിൽ സ്വർണ്ണഖനനം നടക്കുന്നുവെന്ന രഹസ്യവിവരം വനം ഇന്റലിജൻസ് വിഭാഗത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. ആ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ 7 പേർ പിടിയിലായിരിക്കുന്നത്.